1990-കളിൽ പഞ്ചാബിലായിരുന്നു ഹർകിരത് ബട്ടാലിയ സർബജീത് ബട്ടാലിയ എന്ന് പറയുന്ന ദമ്പതികൾ താമസിച്ചിരുന്നത്. ഇവർക്ക് 2 പെൺമക്കളായിരുന്നു. മൂത്ത കുട്ടിയുടെ പേര് റോസ്ലിൻ ബട്ടാലിയ എന്നായിരുന്നു. രണ്ടാമത്തെ കുട്ടിയുടെ പേര് മേപ്പിൾ ബട്ടാലിയ എന്നായിരുന്നു. മാർച്ച് 4, 1992 കേട്ടോ ഈ ഒരു മേപ്പിൾ ജനിച്ചത്. മേപ്പിൾ ജനിച്ച ഏകദേശം ഒരു 5 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് കാനഡയിലേക്ക് പോവാണ്. കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിലോട്ടായിരുന്നു അവർ പോയത്. അതിനുശേഷം ഫാമിലിയും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റിൽ ആവാണ്. അപ്പോൾ അവർ കാനഡയിലോട്ട് പോകുന്ന സമയത്ത് മൂത്ത കുട്ടിയായിട്ടുള്ള റോസ്ലിന് ഏകദേശം 5 വയസ്സായിരുന്നു കേട്ടോ പ്രായം. പിന്നെ മേപ്പിളിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനിച്ചത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും വളർന്നത് കംപ്ലീറ്റ് കാനഡയിലാണ്. അപ്പോൾ മേപ്പിളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്, വളരെ ചാമിങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ആംബിഷൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവരുടെ ഫാമിലിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു സിഖ് സമുദായത്തിലുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ മുറുകെ പിടിച്ചിട്ടുള്ള ഒരു ജീവിതം തന്നെയായിരുന്നു കേട്ടോ അവരുടേത്. അങ്ങനെ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ ഹാപ്പി ആയിട്ട് തന്നെയായിരുന്നു ആ ഒരു ഫാമിലിയുടെ ലൈഫും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു മേപ്പിളിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ഹോളിവുഡ് ആക്ട്രസ് ആവണം എന്നുള്ളതായിരുന്നു. അതേപോലെ തന്നെ മോഡലിംഗിലും ട്രൈ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അക്കാഡമിക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ ആകണം എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. അതിനൊക്കെ വേണ്ടിയിട്ട് അവർ അത്രത്തോളം പണിയെടുക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കെ മേപ്പിളിന് ഏകദേശം 14 വയസ്സ് പ്രായമുള്ള സമയത്ത് ഒരു ഫാഷൻ കോൺടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ മൂപ്പർ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൈസ് ലഭിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൻ്റെ സ്കിൽസും കാര്യങ്ങളൊക്കെ ഷാർപ്പൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ആക്ടിങ് ക്ലാസ്സുകളും അതേപോലെ തന്നെ മോഡലിംഗ് ക്ലാസ്സുകളും മറ്റൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പോരാത്തതിന് അക്കാഡമിക്കലിയും അവർ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കെ സ്കൂളിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം കാനഡയിലെ സൈമൺ ഫ്രേസർ യൂണിവേഴ്സിറ്റിയിൽ അവർ ഹെൽത്ത് ആൻഡ് സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു കോഴ്സിന് ചേരായിരുന്നു. ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ അടുത്തൊരു സ്റ്റെപ്പായിരുന്നു അത്. അങ്ങനെ അവർ ആ ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവർക്ക് എന്താ പറയുക, അവർ പ്രതീക്ഷിച്ച ഒരു സംഭവം അവരുടെ മുന്നിലോട്ട് വരികയാണ്. യെസ്, ഒരു നടിയാവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത്. ഡയറി ഓഫ് എ വിംബി ഗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിമിൽ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുകയാണ്. അപ്പോൾ അവർ അത് നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു. ആ സിനിമയിൽ മെലീസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു മേപ്പിൾ ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു, സിനിമയും കാര്യങ്ങളൊക്കെ റിലീസായി. തൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലി മെമ്പേഴ്സിൻ്റെയും എല്ലാവരുടെയും കൂടെ പോയി തിയേറ്ററിൽ വെച്ചിട്ട് ഈ ഒരു പെൺകുട്ടി പടം കാണുകയും ചെയ്തു. ഈ പടം കണ്ട എല്ലാവർക്കും തന്നെ അവരുടെ അഭിനയവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു. അവരെല്ലാവരും ആ ഒരു പെൺകുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഇതൊക്കെ കൂടെ ആയപ്പോൾ തൻ്റെ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇനിയും കുതിച്ചു പായാനുള്ളൊരു മോട്ടിവേഷൻ ആ പെൺകുട്ടിക്ക് ലഭിക്കുകയായിരുന്നു. പിന്നെ ഈ സിനിമയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അവർ പഠിത്തത്തിലൊന്നും പിന്നോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അവരവരുടെ സ്റ്റഡീസിലും അതേപോലെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. അങ്ങനെ ലൈഫൊക്കെ നല്ല സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് ഏകദേശം 15 വർഷങ്ങൾക്ക് മുൻപ് അത് സംഭവിക്കുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ 2011 സെപ്റ്റംബർ 27. എന്നത്തെയും പോലെ രാവിലെ തന്നെ മേപ്പിൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഫ്രഷായി. അതിനുശേഷം മേപ്പിളും മേപ്പിളിൻ്റെ സിസ്റ്ററും കൂടെയും മേപ്പിളിൻ്റെ കാറിൽ ഇങ്ങനെ പുറത്തോട്ട് പോകുമായിരുന്നു. സിസ്റ്ററിന് ഒരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ തന്നെ മേപ്പിൾ തൻ്റെ കോളേജിലോട്ട് പോയി. അതിനുശേഷം സ്റ്റഡീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ച ടൈം ആയപ്പോൾ മേപ്പിൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ അവർക്ക് ഒരു ആക്ടിങ് ക്ലാസ് ഉണ്ടായിരുന്നു. ആക്ടിങ് ക്ലാസ് അറ്റൻഡ് ചെയ്തു. അതിനുശേഷം പിന്നെയും പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഈവനിങ് 7 മണിയൊക്കെ ആയപ്പോൾ വീണ്ടും യൂണിവേഴ്സിറ്റിയിലോട്ട് എത്തുകയാണ്. അതിനുശേഷം ഫ്രണ്ട്സിൻ്റെ കൂടെ അവർ ലൈബ്രറിയിൽ പോയിരുന്നു. എന്നിട്ട് കമ്പൈൻ സ്റ്റഡി പഠിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കുറേ നേരം അവർ അവിടെ ഇരുന്ന് പഠിച്ചു. അതായത് രാത്രി മുഴുവൻ അവിടെ ഇരുന്ന് പഠിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കും. ഏകദേശം വെളുപ്പിന് 1 മണി ടൈമൊക്കെ ആയപ്പോഴാണ് 4 ഫ്രണ്ട്സും പുറത്തോട്ട് ഇറങ്ങി വരുന്നത്. അതായത് മേപ്പിളും മേപ്പിളിൻ്റെ 3 ഫ്രണ്ട്സും. അങ്ങനെ അവർ ലൈബ്രറിയുടെ പുറത്തോട്ട് എത്തി. അവർക്ക് 3 പേർക്കും ഒരു ഡയറക്ഷനിലോട്ടായിരുന്നു പോകാനുണ്ടായിരുന്നത്. മേപ്പിളിൻ്റെ കാർ അപ്പുറത്തെ ഡയറക്ഷനിലായിരുന്നു പാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ മേപ്പിൾ അങ്ങോട്ടായിരുന്നു പോകേണ്ടത്. അങ്ങനെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ ഉണ്ടായിരുന്നു. പയ്യൻ ഒന്ന് ഹഗ് ചെയ്ത് ബാക്കിയുള്ളവർക്ക് ടാറ്റയും കൊടുത്തു കഴിഞ്ഞിട്ട് മേപ്പിൾ തൻ്റെ കാറുള്ള ഡയറക്ഷനിലോട്ട് പോകുമായിരുന്നു. ഇവരെല്ലാവരും മേപ്പിളിൻ്റെ അടുത്ത് ബൈ പറഞ്ഞു കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ നടന്ന് പോവുകയും ചെയ്തു. അവരങ്ങനെ നടന്ന് അധികം സമയമൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. മേപ്പിൾ ഒരു 10-30 അടി വെച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോഴാണ് എല്ലാവരും കൂടെ ഒരു സൗണ്ട് കേൾക്കുന്നത്. വലിയ ഒരു വെടി പൊട്ടുന്ന ഒച്ചയായിരുന്നു അത്. ആ ഒരു സൗണ്ട് കേട്ട് എല്ലാവരും തന്നെ ഞെട്ടിത്തെരിച്ച് പോവാണ്. മേപ്പിളിന്റെ തിരിച്ചങ്ങോട്ട് പോയിരുന്ന 3 ഫ്രണ്ട്സ്, അതായത് മേപ്പിൾ പോയ ഡയറക്ഷനിൽ നിന്നായിരുന്നു ആ സൗണ്ട് വന്നത്, അങ്ങോട്ട് തിരിച്ചോടി വരികയാണ്. അതേപോലെ തന്നെ ഗൺ ഫയറിന്റെ സൗണ്ട് കേട്ടതിൽ ചിലര് ഉടനെ തന്നെ എമർജൻസി നമ്പറിലോട്ട് വിവരം അറിയിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ പോലീസുകാർ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അങ്ങോട്ട് എത്തുകയും ചെയ്തു. അവരെത്തി നോക്കുമ്പോൾ അതിദാരുണമായ ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രക്തത്തിൽ കുളിച്ച് തൻ്റെ ജീവന് വേണ്ടിയിട്ട് പോരാടുന്ന മേപ്പിളിനെ ആയിരുന്നു അവർ കണ്ടത്. ഉടനെ തന്നെ ആംബുലൻസ് സ്ഥലത്തെത്തുകയാണ്. അവരെ നേരെ തന്നെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുകയും ചെയ്തു. ഈ ഒരു കാഴ്ച കണ്ട് ഷോക്കായിട്ടുണ്ടായിരുന്ന മേപ്പിളിൻ്റെ ഫ്രണ്ട്സ് ഉടനെ തന്നെ മേപ്പിളിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ വിളിച്ച് വിവരം അറിയിക്കുകയാണ്. മേപ്പിളിൻ്റെ പാരൻസ് ഈ ഒരു ന്യൂസ് കേട്ട് ആകെപ്പാടെ ഞെട്ടിത്തെരിച്ചു പോയി. രാവിലെ യാതൊരു പ്രശ്നവും ഇല്ലാതെ കൂളായിട്ട് ചിരിച്ചു കളിച്ച് പോയ മകൾക്ക് ഇത്തരത്തിലുള്ളൊരു ദുർഗതി വന്നല്ലോ എന്നുള്ളൊരു ഷോക്കിലായിരുന്നു അവർ.
എന്നാലും മകളെ ഏതൊരു ഹോസ്പിറ്റലിലോട്ടാണ് കൊണ്ടുപോയെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് ആ ഒരു സമയത്ത് സാധിച്ചില്ല. അങ്ങനെ ചുറ്റുള്ള ഓരോരോ ഹോസ്പിറ്റലിലോട്ടും അവർ വിളിച്ചന്വേഷിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള റോയൽ കൊളംബിയൻ ഹോസ്പിറ്റലിലാണ് മേപ്പിളിനെ അഡ്മിറ്റ് ചെയ്തതെന്നുള്ളത് പാരൻസ് മനസ്സിലാക്കാണ്. ഉടനെ തന്നെ മേപ്പിളിന്റെ സിസ്റ്ററും അതേപോലെ തന്നെ പാരൻസും ആ ഒരു ഹോസ്പിറ്റലിലോട്ട് എത്തുകയും ചെയ്തു. അവിടെ എത്തി ഡോക്ടേഴ്സിനോടും മറ്റൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ മേപ്പിളിന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞത് ഇവർ എത്രത്തോളം കേൾക്കരുത് എന്ന് ആഗ്രഹിച്ച കാര്യമാണോ അതായിരുന്നു. അവരത്രത്തോളം ട്രൈ ചെയ്തു, എന്നിട്ടും മേപ്പിളിനെ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു ആ ഒരു ഡോക്ടർ പറഞ്ഞത്. ആ ഒരു വാക്ക് കേട്ട് അക്ഷരാർത്ഥത്തിൽ ഇവരെല്ലാവരും തന്നെ തകർന്നു പോവുകയായിരുന്നു. അതായത് 19 വയസ്സ് മാത്രം പ്രായമുള്ള ഇവരുടെ മകൾക്ക് ഇത്തരത്തിലുള്ളൊരു ദുർഗതി വന്നല്ലോ എന്നുള്ളൊരു കാര്യം അവർക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറത്തായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അന്ന് മേപ്പിളിന് എന്താണ് സംഭവിച്ചത്? ആരാണ് മേപ്പിളിനെ ഇത്ര ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത്? അതേപോലെ തന്നെ കനേഡിയൻ പോലീസുകാർ എങ്ങനെയാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്? അവർക്ക് ആ ഒരു കൊലയാളിയെ കണ്ടെത്താനായിട്ട് സാധിച്ചു? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അങ്ങനെ പോലീസുകാർ കേസെടുത്ത് ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും എല്ലാം തന്നെ ആരംഭിക്കുകയാണ്. അവരാദ്യം തന്നെ ആ ഒരു കാർ പാർക്കിംഗ് ലോട്ടിലുണ്ടായിരുന്ന CCTV വിഷ്വൽസ് ആയിരുന്നു പരിശോധിച്ചത്. എന്നാൽ പോലീസുകാർ പ്രതീക്ഷിക്കാത്തതായിരുന്നു സംഭവിച്ചത്. അതായത് ആ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പാൻ ചെയ്യുന്ന ക്യാമറ ആയിരുന്നു, അതായത് റൊട്ടേറ്റ് ചെയ്യുന്ന ക്യാമറ ആയിരുന്നു. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ക്യാമറയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡ് ബ്ലൈൻഡ് സ്പോട്ട് ആയിരിക്കും. അത് തന്നെയാണ് ഈ ഒരു കേസിലും സംഭവിച്ചത്. അതായത് മേപ്പിളിന് വെടികൊള്ളുന്ന സമയത്ത് ക്യാമറ അപ്പുറത്തോട്ട് തിരിഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിഷ്വൽസ് ഒന്നും തന്നെ അതിൽ ക്യാപ്ചർ ആയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ പോലീസുകാർ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പാർക്കിംഗ് ലോട്ടിൻ്റെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് അരിച്ച് പറക്കിയ ടൈമിൽ അവർക്കൊരു കത്തി കിട്ടി, മേപ്പിളിൻ്റെ രക്തമുള്ള കത്തി. എന്നാൽ ആ ഒരു കത്തി പരിശോധിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ DNA എവിഡൻസോ ഫിംഗർ പ്രിൻറ്റോ ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. സോ ആ ഒരു കില്ലർ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ഗ്ലൗവും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു കത്തി പിടിച്ചതെന്നുള്ളത് അതിൽ നിന്ന് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഒരു വെടി പൊട്ടിയ സൗണ്ട് കേട്ടു. പിന്നെ കത്തിയുടെ കാര്യമൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കില്ലർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആൾ ഈ ഒരു മേപ്പിളിനെ വെടിവെച്ചു. അതിനുശേഷം എന്താ പറയുക, ദേഷ്യം തീരാണ്ടായിരിക്കാം ഒരു കത്തി എടുത്ത് വന്നു കയറ്റി മേപ്പിളിനെ കുത്തിയും കൂടെ ആയിരുന്നു അയാൾ കൊലപ്പെടുത്തിയത്. ഏകദേശം ഡീപ്പായിട്ടുള്ള 11ഓളം കത്തിക്കുത്തേറ്റ പാടുകൾ മേപ്പിളിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ പോലീസിനൊരു കാര്യം മനസ്സിലായി, ജസ്റ്റ് ഒരു കൊലപാതകമല്ല ഇത്, മേപ്പിളിൻ്റെ അടുത്ത് അത്രത്തോളം ദേഷ്യമുള്ള ആരോ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ളൊരു കൃത്യം ചെയ്തതെന്ന്. അങ്ങനെ പോലീസുകാർ ആ ഒരു ക്യാമ്പസിൻ്റെ അകത്തും അതേപോലെ തന്നെ പുറത്തുള്ള ഒരുപാടധികം CCTVസും മറ്റുമൊക്കെ പരിശോധിക്കുകയാണ്. സസ്പീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടുമോ നോക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത്. അങ്ങനെ അവർ പരിശോധിച്ചപ്പോൾ ഒരു വൈറ്റ് കളർ, അതായത് 2000 മോഡൽ ഒരു വൈറ്റ് കളർ കാറ് അവിടെ കിടന്ന് കറങ്ങുന്നതിൻ്റെ വിഷ്വൽസ് അവർക്ക് കിട്ടുകയാണ്. ആ ഒരു കാറ് കുറച്ച് സസ്പീഷ്യസ് ആയിട്ട് അവർക്ക് തോന്നുകയാണ്. എന്നാലും ആ കാർ ഓടിച്ചിരുന്നത് ആരാണെന്നുള്ളത് ആ വിഷ്വലിൽ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മേപ്പിളിൻ്റെ റിലേറ്റീവ്സിനെയും അതേപോലെ തന്നെ ഫ്രണ്ട്സിനെയും ഫാമിലി മെമ്പേഴ്സിനെയും എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യാണ് പോലീസുകാർ ഇത് ചെയ്തത് ആരാണെന്നുള്ളതിൻ്റെ വല്ല ലീഡ് കിട്ടുമെന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് മേപ്പിളിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഒരാളിലോട്ട് അവരുടെ കൈ ചൂണ്ടുന്നത്. ഗുർജീന്ദർ തലിവാൽ എന്നായിരുന്നു ആളുടെ പേര്. അപ്പോൾ മേപ്പിൾ മരിച്ച വിവരം അറിഞ്ഞ ഉടനെ തന്നെ മേപ്പിളിൻ്റെ സിസ്റ്ററായിട്ടുള്ള റോസ്ലിൻ ഗുർജീന്ദറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗുർജീന്ദർ ഇതൊന്നും അറിയാത്തതുപോലെയായിരുന്നു മേപ്പിളിൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് സംസാരിച്ചത്. എനിക്കൊന്നും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, എനിക്ക് മേപ്പിളിന് അത്രത്തോളം ഇഷ്ടമാണ്, ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ളൊരിതാണ്, ഞാനെന്തിനത് ചെയ്യണം എന്നുള്ള തരത്തിലായിരുന്നു ഈ ഒരു ഗുർജീന്ദർ മേപ്പിളിൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും മേപ്പിളിൻ്റെ സിസ്റ്ററിനായിക്കോട്ടെ ഫാമിലി മെമ്പേഴ്സിനായിക്കോട്ടെ ഫ്രണ്ട്സിനായിക്കോട്ടെ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നത് ഈ ഒരു ഗുർജീന്ദറിനെ തന്നെയായിരുന്നു. അപ്പോൾ പോലീസുകാർ നോക്കുമ്പോൾ ഡയറക്റ്റായിട്ട് ആളിലോട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു എവിഡൻസോ സർക്കംസ്റ്റാൻഷ്യൽ ആയിട്ടുള്ള എവിഡൻസ് ഒന്നും ആ ഒരു സമയത്ത് അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. എന്നാലും പോലീസുകാർ ആൾക്കെതിരെയുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇവരുടെ എന്താ പറയുക ബന്ധത്തിനെക്കുറിച്ചും ഇവരെങ്ങനെയാണ് പ്രണയത്തിൽ ഏർപ്പെട്ടത്, അതേപോലെ തന്നെ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയണമല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പോലീസുകാർ കൂടുതലായിട്ട് ഡിഗ് ചെയ്യാണ്. അപ്പോഴാണ് നമ്മുടെ മേപ്പിളിന് ഏകദേശം 14 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടതെന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മേപ്പിൾ ആ ഒരു സമയത്ത് സ്ഥിരമായിട്ട് ബാസ്കറ്റ് ബോൾ കളിയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പോകാറുണ്ടായിരുന്നു. അപ്പോൾ കോമൺ ഫ്രണ്ട്സ് ത്രൂ ആയിരുന്നു ഈ ഒരു ഗുർജീന്ദറിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരാദ്യം നല്ല രീതിയിൽ നല്ല സുഹൃത്തുക്കളായി, അതിനുശേഷം അവർ പ്രണയത്തിലാവുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഇവർ പ്രണയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
ഇവർ രണ്ടുപേരും സ്കൂളിലുള്ള ടൈമിലായിരുന്നു പ്രണയവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ ഈ ഒരു ഗുർജീന്ദറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സ്കൂളിങ്ങും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് ആൾ വേറെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് പോവാണ്. യെസ്, സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് പോയി. എന്നാൽ ആ ഒരു ബിസിനസ്സും കാര്യങ്ങളൊന്നും വർക്കൗട്ട് ആയില്ല. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്ന സമയത്താണ് തൻ്റെ അച്ഛൻ്റെ ട്രാൻസ്പോർട്ട് ബിസിനസ്സിൽ ജോയിൻ ചെയ്യാമെന്ന് ഈ ഒരു ഗുർജീന്ദർ തീരുമാനിക്കുന്നത്. അതിനുശേഷം പിന്നെ ആൾ അച്ഛൻ്റെ കൂടെയായിരുന്നു, ആളുടെ കൂടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടത്തി ഇങ്ങനെ പോവായിരുന്നു. ഫൈനാൻഷ്യൽ അത്യാവശ്യം സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ഫാമിലി തന്നെയായിരുന്നു ഈ ഒരു ഗുർജീന്ദറിൻ്റേത്. അപ്പോൾ ഈ ഒരു മേപ്പിളും ഗുർജീന്ദറും ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോവുക, ഷോപ്പിങ്ങിന് പോവുക, എന്താ പറയുക, റൈഡ് പോവുക, അതേപോലെ തന്നെ പാർട്ടിക്ക് പോവുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യാറുണ്ടായിരുന്നു. പുറമേ നോക്കുമ്പോൾ നല്ല ഹാപ്പി ആയിട്ടുള്ള നല്ല ഫണ്ണായിട്ടുള്ള ഒരു കപ്പിൾ തന്നെയായിരുന്നു ഇവർ. എന്നാൽ അധികം ആർക്കും അറിയാത്ത ഒരു ഫേസ് ഈ ഒരു ഗുർജീന്ദറിനുണ്ടായിരുന്നു. ആള് ഭയങ്കര ഒരു ദേഷ്യക്കാരനായിരുന്നു. അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ഈ ഒരു സ്ത്രീയെ ഉപദ്രവിക്കുമായിരുന്നു. അതായത് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ആളുടെ എന്താ പറയുക രക്തത്തിലുണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. വളരെ ക്രൂരമായിട്ടായിരുന്നു ആ ഒരു പെൺകുട്ടിയെ പല സമയങ്ങളിലും ആൾ ഉപദ്രവിച്ചിരുന്നത്. മെയിൻലി തൻ്റെ വല്ല പുരുഷ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഹഗ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വലിയൊരു കാരണമാക്കിയിട്ട് ആ ഒരു പെൺകുട്ടിയെ വല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കുകയായിരുന്നു. അപ്പോൾ മേപ്പിളിൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞതനുസരിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാനഡയിൽ നിന്ന് ക്യൂബയിലോട്ട് ഇവരുടെ കോളേജിൽ നിന്ന് ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കംപ്ലീറ്റ് മേപ്പിൾ ഒരു കറുത്ത വലിയ ഗ്ലാസും വെച്ചിട്ടായിരുന്നു ട്രിപ്പിന് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ കണ്ണിന് വയ്യ അതുകൊണ്ടാണ് ഗ്ലാസ് വെച്ചേക്കുന്നതെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ യഥാർത്ഥ കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേപ്പിൾ ഏതോ ഒരു പുരുഷ സുഹൃത്തിൻ്റെ അടുത്ത് സംസാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മേപ്പിളിൻ്റെ ബോയ് ഫ്രണ്ട് തല്ലിയിട്ട് കണ്ണൊക്കെ ആകെ വല്ലാത്തൊരു കോലത്തിലായിരുന്നു. അതുകൊണ്ട് അത് മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത്തരത്തിലുള്ളൊരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങോട്ട് മേപ്പിളിൻ്റെ അടുത്ത സുഹൃത്തുക്കളോടോ അല്ലാന്നുണ്ടെങ്കിൽ പാരൻസിൻ്റെ അടുത്തോ ആരുടെ അടുത്തും ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് പിന്നീട് വളരെ അടുത്ത കുറച്ച് സുഹൃത്തുക്കൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേപ്പിള് തൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഔട്ടിങ്ങിനൊക്കെ പോകാനൊന്നും ഇയാൾ സമ്മതിക്കാറുണ്ടായിരുന്നില്ല. അതായത് ഇപ്പോൾ മേപ്പിള് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോവുക അങ്ങനെയൊക്കെ പോകാമെന്നൊക്കെ ഓക്കെ പറഞ്ഞിരിക്കുകയായിരിക്കും. അതിനുശേഷം ലാസ്റ്റ് മിനിറ്റ് ആവുന്ന സമയത്ത് മേപ്പിള് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും, ഇല്ല എനിക്ക് അമ്മനായിട്ട് പുറത്ത് പോകാനുണ്ട്, എനിക്ക് എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ ഒരു സ്ഥലത്ത് വരെ പോകാനുണ്ട്, ഇന്ന് വരാൻ പറ്റില്ല എന്ന് പറയും. അതായിരുന്നു അവർ സ്ഥിരമായിട്ട് പറഞ്ഞിരുന്ന ഒരു എക്സ്ക്യൂസ്. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ റീസൺ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകാനോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരു പരിപാടിക്ക് പോകാനോ ഒന്നും തന്നെ ഈ പയ്യൻ അനുവദിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എൻ്റെ ബോയ് ഫ്രണ്ട് സമ്മതിക്കുന്നില്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ലല്ലോ. അതുകൊണ്ടാണ് അത് മറച്ചു വെച്ച് കഴിഞ്ഞിട്ട് പാരൻസിൻ്റെയും അതേപോലെ തന്നെ സിസ്റ്ററിൻ്റെയൊക്കെ പേര് ആ ഒരു പെൺകുട്ടി സ്ഥിരമായിട്ട് വലിച്ചിഴക്കാറുണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ വേറൊരു ഇഷ്യൂ ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടി ഹോളിവുഡിൽ അഭിനയിച്ചെങ്കിൽ അത്യാവശ്യം നല്ല റെക്കഗ്നിഷൻ കിട്ടി. അപ്പോൾ ഈ ഒരു ഫെയിമും പൈസയും കാര്യങ്ങളൊക്കെ വരുന്നത് കണ്ടപ്പോൾ ഇയാൾക്ക് വീണ്ടും കുശുമ്പാവാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗുർജീന്ദർ ധലിവാൾ ഒരു കൺട്രോൾ ഫ്രീക്കായിരുന്നു. അതേപോലെ തന്നെ ഇയാളുടെ ഒരു ഉപദ്രവവും കാര്യങ്ങളും എല്ലാം തന്നെ വേറൊരു സ്റ്റേജിലോട്ട് പോയത് എവിടെ തുടങ്ങിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ആ ഒരു ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഡയറി ഓഫ് എ വിംപി കിഡ്, ആ ഒരു ഫിലിമിൽ അഭിനയിച്ചതിന് ശേഷമാണ് ഇവർക്ക് അത്യാവശ്യം ഫെയിം വരുന്നു, ഇനി പൈസ വരുന്നു, ഇനിയും സിനിമകളിൽ അഭിനയിക്കാനുള്ള സാധ്യതയുണ്ട്, മോഡലിംഗ് കരിയറും കാര്യങ്ങളൊക്കെ കെട്ടിപ്പടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയ ആൾക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതായത് ആ ഒരു പെൺകുട്ടിയുടെ ഡ്രീമിൻ്റെ പിന്നാലെ ആ പെൺകുട്ടി പോകുന്നത് ഇയാൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നിസ്സാര കാര്യങ്ങൾക്കും മറ്റുമൊക്കെ വളരെ ക്രൂരമായിട്ട് ആ ഒരു പെൺകുട്ടിയെ ഈ പയ്യൻ അബ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. മുന്നും ആ പയ്യൻ അബ്യൂസ് ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സിനിമയുടെയും മറ്റും കാര്യങ്ങൾക്ക് ശേഷം അത് കൂടി വന്നു എന്നുള്ളതല്ലാതെ കുറഞ്ഞില്ല. അങ്ങനെ പല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. അതായത് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതിനും ഒരു 3-4 ദിവസങ്ങൾക്ക് മുൻപ് മേപ്പിൾ ഒരു കാര്യം അറിയാണ്. ഈ ഗുർജീന്ദർ തൻ്റെ അടുത്ത് മാത്രമല്ല വേറെയും പെൺകുട്ടികളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമായിരുന്നു അത്. താനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗുർജീന്ദറിനെ മാത്രമേ പ്രണയിക്കുന്നുള്ളൂ, അതേപോലെ തന്നെ വളരെ ലോയലായിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ടും തൻ്റെ പുരുഷ സുഹൃത്തുക്കളോട് ജസ്റ്റ് കാഷ്വലായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വരെ തന്നെ അത്രത്തോളം ഉപദ്രവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വല്ലാത്ത ടോർച്ചറൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇവൻ ചെയ്തിട്ട് ഇവൻ എല്ലാ പെൺപിള്ളേരെയും പിന്നാലെ പോവാണോ എന്നുള്ളൊരു തോട്ട് ഈ മേപ്പിളിന് വരികയാണ്. സ്പോട്ടിൽ തന്നെ മേപ്പിൾ ഗുർജീന്ദറുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ആ ഒരു ബ്രേക്കപ്പും കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഗുർജീന്ദറിനെ കൊണ്ട് സാധിച്ചില്ല. പിന്നെയും ഒരു ചാൻസ് തരാൻ വേണ്ടിയിട്ട് ഇയാൾ ഈ ഒരു പെൺകുട്ടിയുടെ പിന്നാലെ നടക്കുകയാണ്. എന്നാൽ മേപ്പിൾ ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവില്ല എന്നുള്ള കാര്യം തീർത്ത് പറയുകയായിരുന്നു. അതിനുശേഷം ഒരു കാര്യം സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേപ്പിൾ തൻ്റെ വേറൊരു പുരുഷ സുഹൃത്തുമായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്നിങ്ങായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗുർജീന്ദർ ആ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് കയറി വരികയാണ്. എന്നിട്ട് മേപ്പിളിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചു. ആ റെസ്റ്റോറൻറ്റിൽ വെച്ച് തന്നെ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി, ആ പയ്യനെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. ഇതിൻ്റെ പേരിൽ എന്താ പറയുക, ഇവർ നേരെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പോലീസുകാർ ഈ ഒരു ഗുർജീന്ദറിനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വാൺ ചെയ്ത് വിടുകയും ചെയ്തു. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ കേസിലെ പ്രൈം സസ്പെക്ട് ഗുർജീന്ദർ തന്നെയായിരുന്നു. അതേപോലെ തന്നെ പോലീസുകാർ ആ ഒരു വൈറ്റ് കളർ കാറിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ സെപ്റ്റംബർ 27 ആ ഒരു കാർ ഒരു മെക്ഡൊണാൾഡ്സിൽ പോകുന്നതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളും പോലീസിന് ലഭിക്കുകയാണ്. അവിടുത്തെ CCTV മറ്റൊക്കെ പരിശോധിച്ചപ്പോൾ ആ കാറിലുണ്ടായിരുന്നത് ഗുർജീന്ദർ ആണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഗുർജീന്ദറിനെ കൂടാതെ വേറൊരാൾ കൂടെ ആ കാറിലുണ്ടായിരുന്നു. ഗുർസീമർ ബേഡി എന്നായിരുന്നു ആ ഒരു പയ്യൻ്റെ പേര്. യെസ്, ഗുർജീത്തിൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു ഈ ഒരു ഗുർസീമർ ബേഡി. അതേപോലെ തന്നെ മെക്ഡൊണാൾഡ്സിലുള്ള സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ ക്രോസ് വെരിഫൈ ചെയ്തപ്പോൾ ഇവർ രണ്ടുപേരും തന്നെയാണെന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പിന്നെ ആ ഒരു കാറിൻ്റെ എന്താ പറയുക വേറെ ബോട്ട്സ് തപ്പി നോക്കിയപ്പോൾ അതൊരു റെൻ്റൽ കമ്പനിയിൽ നിന്നും റെൻ്റ് എടുത്ത കാറാണെന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. നേരെ തന്നെ പോലീസുകാർ ആ ഒരു റെൻ്റൽ കമ്പനിയിലോട്ട് എത്താണ്. പോലീസുകാർ അവിടെ എത്തി നോക്കുമ്പോൾ ആ കാർ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ അടുത്ത് പോലീസുകാർ ചോദിക്കുകയാണ് ആ ഒരു കാറിനെ കുറിച്ച്. അപ്പോൾ ഗുർസീമർ ബേഡി എന്ന് പറയുന്ന ഒരു പയ്യൻ ഒരു 3 ദിവസം മുൻപാണ് ഈ ഒരു കാർ അവിടെ നിന്ന് റെൻറ്റിനെടുത്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെ അടുത്ത് അവർ പറയുമായിരുന്നു. അപ്പോൾ അന്നത്തെ CCTV വിഷ്വൽസും കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ പരിശോധിച്ചപ്പോൾ ഈ ഒരു ഗുർസീമറിൻ്റെ കൂടെ മറ്റേ ഗുർജീത്ത് കൂടെ വന്നതായിട്ട് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. സോ ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും മേപ്പിളിനെ ഇല്ലാതാക്കിയത് എന്നുള്ളൊരു നിഗമനത്തിലോട്ടാണ് ആ ഒരു സമയത്ത് പോലീസുകാർ എത്തിയത്. അതിനുശേഷം വീണ്ടും ക്യാമ്പസിലത്തെ കംപ്ലീറ്റ് CCTV വിഷ്വൽസും കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ പരിശോധിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 7 മണി ടൈമൊക്കെ ആയപ്പോഴത്തേനും ആ ഒരു പെൺകുട്ടി തിരിച്ച് ക്യാമ്പസിലോട്ട് എത്തിയിട്ടുണ്ട്. എന്നിട്ട് ആ പെൺകുട്ടി നേരെ ലൈബ്രറിയിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് ഇവർ രണ്ടുപേരും ആ ഒരു വൈറ്റ് കളർ കാറുമായിട്ട് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആ പെൺകുട്ടി ആ വലിയ യൂണിവേഴ്സിറ്റിയിൽ എവിടെയാണുള്ളത് എന്നുള്ളത് ഇവർക്ക് ആ സമയത്ത് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു എന്താ പറയുക ഗുർജീന്ദർ സിംഗ് കാറിൻ്റെ അകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അതേപോലെ തന്നെ ഇയാളുടെ സുഹൃത്തായിരുന്നു പുറത്തിറങ്ങി പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സുഹൃത്ത് പുറത്തിറങ്ങിയിട്ട് എല്ലാ ഏരിയ ഇങ്ങനെ നോക്കുകയായിരുന്നു എവിടെയാണ് ഈ ഒരു പെൺകുട്ടി ഉള്ളത് എന്നുള്ളത്. അവസാനം മേപ്പിൾ ലൈബ്രറിയിൽ ഉണ്ടെന്നുള്ളത് ഗുർസീമർ കണ്ടുപിടിക്കുകയായിരുന്നു. അതിനുശേഷം ആ ഒരു ക്യാമ്പസിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് വരികയായിരുന്നു. എന്നിട്ട് ഈ ഒരു കാറിൽ കയറി. അതിനുശേഷം ഇവർ ആ ഒരു കാറ് പാർക്കിംഗ് ലോട്ടിൻ്റെ അവിടോട്ട് കൊണ്ടുപോവാണ്. അവിടെ ആ ഒരു മേപ്പിളിൻ്റെ കാറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം 1 മണി വരെ ഇവർ വെയിറ്റ് ചെയ്തു. 1 മണി ടൈമൊക്കെ ആയപ്പോഴത്തേനും പഠിപ്പും കാര്യങ്ങളും അന്നത്തത് അവസാനിപ്പിച്ചിട്ട് ഈ ഒരു മേപ്പിൾ തൻ്റെ കാറിൻ്റെ അടുത്തോട്ട് നടന്നു വരികയായിരുന്നു. ആ ഒരു സമയത്താണ് കറക്റ്റായിട്ട് ഇയാൾ ഗണ്ണ് ഉപയോഗിച്ച് ആ ഒരു പെൺകുട്ടിയെ ഷൂട്ട് ചെയ്തത്. പിന്നീട് താൻ ഒളിപ്പിച്ചു വെച്ച കത്തി ഉപയോഗിച്ച് ഓടിച്ചെന്ന് ആ ഒരു പെൺകുട്ടിയെ കുത്തി പരിക്കേൽപ്പിച്ചതിന് ശേഷമായിരിക്കാം അവിടെ നിന്ന് അവർ കാർ എടുത്തുകഴിഞ്ഞിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടാവുക. എന്നാലും ആ ഒരു എവിഡൻസും കാര്യങ്ങളൊന്നും അത്രത്തോളം സ്ട്രോങ് അല്ല. ഇവരെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇവർ രക്ഷപ്പെടരുതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് വേണം. അതിനു വേണ്ടിയിട്ട് പോലീസുകാർ പിന്നെയും അന്വേഷിക്കുകയാണ്. അപ്പോൾ ഫോറൻസിക് ടീം നേരെ വന്നിങ്ങേറ്റ് ആ ഒരു കാറ് പരിശോധിക്കുകയായിരുന്നു. അതായത് ആ ഒരു റെൻ്റലിൻ്റെ കടയിൽ കിടന്നിരുന്ന കാറ്. പോലീസിൻ്റെ ലക്കിനെന്നുള്ളോണം ആ കാറ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇങ്ങനെ റെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ കാർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ വാഷ് ചെയ്തിട്ട് പിന്നെ റെൻറ്റിന് കൊടുക്കുന്ന അങ്ങനെയുള്ള ഒരു ബിസിനസ്സിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു കാർ വന്നിട്ട് വാഷ് ചെയ്യുന്നതിന് മുൻപ് പോലീസുകാർ അവിടെ എത്തിയത് കൊണ്ട് തന്നെ പോലീസുകാർ പറഞ്ഞു ആ ഒരു കാർ വാഷ് ചെയ്യരുത് എന്നുള്ളത്. അങ്ങനെയാണ് ഫോറൻസിക് ടീം അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് അവർ ആ ഒരു കാറ് കംപ്ലീറ്റ് ആയിട്ട് പരിശോധിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് കുറച്ച് എന്താ പറയുക ഗൺ പൗഡറിൻ്റെ ട്രേസസും കാര്യങ്ങളൊക്കെ ആ ഒരു കാറിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെ ആ ഒരു പെൺകുട്ടി വെടികൊണ്ട് കിടന്നിരുന്ന ആ ഒരു സ്ഥലം കംപ്ലീറ്റ് ആയിട്ട് പരിശോധിച്ച സമയത്തും അവിടെ നിന്നും കുറച്ച് ഗൺ പൗഡറിൻ്റെ ട്രേസസ് കണ്ടെത്താനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും ഒന്നാണോ എന്നുള്ളത് അവർ മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ രണ്ടും ഒന്നാണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്ന ബുള്ളറ്റിലും ഈ ഒരു സെയിം ഗൺ പൗഡർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് അവർ മാച്ച് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ ഇത് മൂന്നും മാച്ച് ആവുകയാണ്. സോ ഇത്രത്തോളം തെളിവുകളെല്ലാം തന്നെ പോലീസിന് കിട്ടിയതിന് ശേഷം പോലീസ് അറസ്റ്റ് വാറന്റ് സംഘടിപ്പിക്കുകയാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ ഒരു ഗുർസീമർ ബേഡിയെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഗുർസീമർ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മേപ്പിളുമായിട്ട് സംസാരിക്കാനാണ് ഗുർജീന്ദർ പോകുന്നതെന്നാണ് ഞാൻ കരുതിയത്. എൻ്റെ അടുത്ത് അത്രേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഇവൻ അവളെ കൊല്ലുമെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് കൂട്ട് നിൽക്കില്ലായിരുന്നു എന്നുള്ളതായിരുന്നു ആളുടെ സ്റ്റേറ്റ്മെൻറ്റ്. എന്നാൽ ഈ ഒരു ഗുർജീന്ദറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. അതായത് പോലീസുകാരൻ എന്തൊക്കെ തന്നെ ചോദിച്ചിട്ടും ആൾ വാ തുറന്നില്ല. അപ്പോൾ ഇമോഷണലി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾ എന്തെങ്കിലുമൊക്കെ പറയായിരിക്കും എന്ന് വിചാരിച്ച് ആ ഒരു ക്രൈം സീൻ ഇമേജസും കാര്യങ്ങളും എല്ലാം തന്നെ ഇയാളുടെ മുന്നിൽ കൊണ്ടുകയറ്റി വെക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫോട്ടോ ആയും തന്നെ അയാൾ കീറിക്കളഞ്ഞു. പിന്നെയും ഓരോരോ ഫോട്ടോ വെച്ചപ്പോൾ അതൊക്കെ ആൾ തട്ടി കളഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ
ഈ ഒരു മേപ്പിളുടെ ഫാമിലി എന്നുള്ള ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും ആൾ വാതുറക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസുകാർ നേരെ തന്നെ മേപ്പിളുടെ സിസ്റ്ററായിട്ടുള്ള റോസ്ലിനെ വിളിക്കുകയാണ്. റോസ്ലിൻ തന്നെ ആ ഒരു ഇൻട്രോഗേഷൻ റൂമിലോട്ട് നേരിട്ട് എത്തുകയായിരുന്നു. എന്നിട്ട് ഇയാളുടെ അടുത്ത് സംസാരിച്ചു. എന്നാൽ റോസ്ലിൻ ചോദിച്ചിട്ടും ഇയാൾ ഒരു മറുപടിയും പറഞ്ഞില്ല. അതിനുശേഷം പോലീസുകാർ മേപ്പിളിൻ്റെ അമ്മയ്ക്ക് കോൾ ചെയ്യാണ്. എന്നിട്ട് ഫോൺ ഇയാളുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ അമ്മ പറഞ്ഞു, മനുഷ്യന്മാരാണ്, തെറ്റെല്ലാവർക്കും പറ്റും, എന്താണ് സംഭവിച്ചതെന്നുള്ളത് നീ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് തങ്ങളുടെ മകൾക്ക് സംഭവിച്ചതെന്ന് അറിഞ്ഞിട്ട് മൂവ് ഓൺ ചെയ്യാനെങ്കിലും സാധിക്കും, ദൈവം എന്തായാലും നിനക്ക് പുറത്ത് തരുമായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ഇവർ സംസാരിക്കുകയാണ്. എന്നാലും അത് കേട്ടിട്ടും ഇയാളൊന്നും പറഞ്ഞില്ല. സോറി ആൻറ്റി, തെറ്റുപറ്റി എന്നുള്ളൊരു തരത്തിൽ മാത്രമായിരുന്നു ആള് ആ ഒരു സ്ത്രീയുടെ അടുത്ത് സംസാരിച്ചത്. അതായത് കൂടുതലൊന്നും തന്നെ ആ ഒരു പയ്യൻ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്നുള്ളതാണ് സാരം. അങ്ങനെ തെളിവുകളെല്ലാം ശേഖരിച്ച് ഇവർ രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. കുറച്ച് വർഷങ്ങൾ കേസ് നടന്നു. അതിനുശേഷം വിധി വരികയാണ്. ഗുർജീന്ദറിന് ജീവപര്യന്തം തടവ് ശിക്ഷയായിരുന്നു കോടതി വിധിച്ചത്. 22 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ആൾക്ക് പരോളിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഗുർസീമർ ബേഡിക്ക് 18 മാസമാണ് തടവ് ശിക്ഷ വിധിച്ചത്. അപ്പോൾ ഇയാൾക്ക് ഈ ഒരു മേർഡറുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ഇല്ല എന്നുള്ള ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു വളരെ കുറവ് ശിക്ഷ മാത്രം ആൾക്ക് ലഭിച്ചത്. അതായത് ആളുടെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ഇങ്ങനൊരു കൊലപാതകം നടക്കൂ എന്നുള്ളൊരു അറിവ് ആൾക്ക് ഉണ്ടായിരുന്നില്ല. ആ അറിവില്ലാതെയായിരുന്നു ആൾ അതിൻ്റെ കൂടെ നിന്നിട്ടുണ്ടായത്. അതുകൊണ്ടാണ് ആൾക്ക് കുറച്ച് ശിക്ഷ കിട്ടിയത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഗുർജീന്ദർ ജയിലിൽ അഴി എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചത് മേപ്പിൾ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ സ്റ്റോറിയാണ്. മേ ബി മേപ്പിൾ എന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുണ്ടെങ്കിൽ ഹോളിവുഡിലത്തെ വലിയൊരു ആക്ട്രസ് ആയിട്ടുണ്ടായേനെ. അപ്പോൾ ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.